കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കായി കാത്തിരിപ്പ് നമ്മൾ തുടരുകയാണ്. കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഉടൻ കേരളത്തിലേക്ക് പുറപ്പെടുന്നുവെന്നതാണ്. ഡൽഹിയിൽ തുടരുന്ന KPCC വർക്കിംഗ് പ്രസിഡന്റുമാരുമൊക്കെ തിരുവനന്തപുരത്തേക്ക് അവർക്കൊപ്പം യാത്ര തിരിക്കും. കേരളത്തിലെത്തിയാൽ 3:15 കേരളത്തിലെത്താൻ സാധ്യത എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അടുത്ത മണിക്കൂറിൽ ഒരുപക്ഷെ പ്രഖ്യാപനം ഉണ്ടാകുമോ എന്ന കാത്തിരിപ്പ് എല്ലാവരും. 3:15 വിമാനത്തിൽ തിരിക്കുകയുള്ളൂ. അപ്പോൾ കേരളത്തിലെത്താൻ പിന്നെയും സമയമെടുക്കും. അപ്പോൾ ഇന്നും രാത്രി പ്രഖ്യാപനം ഉണ്ടെങ്കിൽ തന്നെ അത് രാത്രിയിൽ ഉണ്ടാകാനുള്ള സാധ്യതയെ നിലവിൽ കാണുന്നുള്ളൂ. ഇനി വീണ്ടും നാളെയിലേക്ക് മാറുമോ എന്നും അറിയില്ല. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നുണ്ട്. ഒപ്പം വിഷ്ണുപ്രസാദ്. ആദ്യം ബാലഗോപാലിലേക്ക്. ബാലു, 3:15 യാത്ര തിരിക്കുന്നു. കുറച്ച് സമയം വേണം കേരളത്തിൽ എത്തിച്ചേർന്ന്. പിന്നീട് വീണ്ടും ഇനി ചർച്ചകളുണ്ടോ അതോ ആ തീരുമാന പ്രഖ്യാപനത്തിന് വേണ്ടി ഇങ്ങോട്ട് വരുന്നതാണോ? ദിവിഷ എന്തിനു വേണ്ടിയാണ് വരുന്നതെന്ന് ഇത് സംബന്ധിച്ച് കൃത്യമായൊരു വിവരം ലഭ്യമായിട്ടില്ല. പക്ഷേ ഇന്ന് വൈകിട്ട് 3:15 ഡൽഹിയിൽ നിന്ന് തിരിക്കുന്ന എയർ ഇന്ത്യ വിമാനത്തിലാണ് ദീപാദാസ് മുൻഷിയും കേരളത്തിൻ്റെ നിന്നുള്ള KPCCയുടെ 3 വർക്കിംഗ് പ്രസിഡന്റുമാരും കേരളത്തിലേക്ക് യാത്ര തിരിക്കുന്നത്. 6:30 മണിയോടുകൂടി ഇവർ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തുന്നതായിരിക്കും. അതായത് ഇവർ ദീപാദാസ് മുൻഷി നാട്ടിലെത്തിയതിനു ശേഷമാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം നടത്തുന്നതെങ്കിൽ ഈ തീരുമാനം വൈകുവാനാണ് സാധ്യത. അതായത് ദീപാദാസ് മുൻഷിയുടെ വിമാനം അവിടെ എത്തേണ്ടത് 6:30 അതിനുശേഷമാണോ പ്രഖ്യാപനം എന്നതിനെ സംബന്ധിച്ചാണ് ഒരു വ്യക്തത ഇനി വരേണ്ടതായി ഉള്ളത്. ഏതായാലും ദീപാദാസ് മുൻഷിയും 3 KPCC വൈസ് പ്രസിഡന്റുമാരും ഈ അല്പസമയത്തിനുള്ളിൽ തന്നെ ഡൽഹിയിൽ നിന്ന് അവരുടെ യാത്ര തിരിക്കുന്നതായിരിക്കും. KPCC വൈസ് പ്രസിഡന്റുമാർ ഇപ്പോൾ ഇതിനോടകം തന്നെ വിമാനത്താവളത്തിൽ എത്തിയിട്ടുണ്ട്. ദീപാദാസ് മുൻഷിയും അല്പസമയത്തിനുള്ളിൽ തന്നെ എത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. തുടർന്ന് ഈ ദീപാദാസ് മുൻഷിയുടെ കേരള സന്ദർശനം എന്തിനാണ് എന്നതിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കൃത്യമായൊരു ഉത്തരം നൽകുവാൻ വേണ്ടി ഈ ഘട്ടത്തിൽ സാധിക്കുന്നില്ല. ഇനി ലീഗ് ഉൾപ്പെടെയുള്ള ഈ കക്ഷികളുമായി ഒരു വട്ടം കൂടി ദീപാദാസ് മുൻഷി സംസാരിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അതോ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മറ്റ് തുടർ നടപടികൾക്ക് വേണ്ടിയാണോ ദീപാദാസ് മുൻഷി വരുന്നതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഈ ലീഗിനോട് സംസാരിക്കുന്നത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചാണോ അതോ അവരുടെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കാര്യത്തിലാണോ എந்த കാര്യത്തിലും വ്യക്തതയില്ല. ഫലത്തിൽ ഈ ഒരു വ്യക്തതയില്ലാത്ത കാര്യങ്ങൾ മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാൻ വേണ്ടി കഴിയുന്നത്. അത് നമ്മുടെ ഒരു പരിമിതിയാണ്. ഈ ഊഹാപോഹങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ ഈ വ്യക്തതയില്ല എന്ന അടിക്കുറിപ്പോടുകൂടി അല്ലെങ്കിൽ അടിവരയോടുകൂടി പറയുന്നത്. ഒരു കാര്യം മാത്രം ഉറപ്പിച്ച് പറയാം, 6:30 മണിയോടുകൂടി ദീപാദാസ് മുൻഷി തിരുവനന്തപുരത്തെത്തും. തുടർന്ന് ഈ കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ച സംബന്ധിച്ചുള്ള നിർണായകമായ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട നിർണായകമായ നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇപ്പോൾ ബാലു, ഇന്നലെ മാരത്തൺ ചർച്ചകളായിരുന്നു. ഏറ്റവും കൂടുതൽ VM സുധീരനാണ് രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തിയത്. അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളും ബോധിപ്പിച്ചിട്ടുണ്ട്. ഈ ഇങ്ങനെ വൈകുന്നത് ശരിയല്ല എന്ന നിലപാട് തന്നെയാണ് എല്ലാവരും ഉന്നയിക്കുന്നത്. ഇത്രയേറെ ചർച്ചകൾ പൂർത്തിയാക്കി ഈ 3 പേരുകളിൽ കോർത്ത് നിൽക്കുന്നതാണല്ലോ ഈ ചർച്ചയുടെ പ്രതിസന്ധി എന്നത്. ഇതിൽ ആരും പിന്നീട് കൂടുതലായി പ്രതികരണങ്ങൾക്ക് തയ്യാറാകുന്നില്ല. എല്ലാം വഴിയേ വരുമെന്നതാണ്. ഇതിൽ KCയുടെ രംഗപ്രവേശമാണ് ഇതിനെ മൊത്തം നാടകീയമാക്കി മാറ്റിയതും. അദ്ദേഹത്തിന്റെ ക്യാമ്പിൽ നിന്ന് ഇപ്പോഴെന്ത് സൂചനയാണ്? ഈ മുന്നിട്ടിറങ്ങിയത് പിന്നിലേക്ക് വരേണ്ടി വരുമെന്നതാണോ അതോ മുന്നോട്ട് വെച്ച കാൽ മുന്നോട്ട് തന്നെ എന്നതാണോ KC ക്യാമ്പിന്റെ ശുഭപ്രതീക്ഷ? ദിവിഷ, ഇതിൽ ഈ കോൺഗ്രസിലെ ഏതെങ്കിലും നേതാവിനെ തട്ടിയാണ് ഈ ചർച്ച ഇത്രയും വൈകുന്നതെന്ന് പറയുന്നത് തെറ്റായിരിക്കും. കാരണം ഇതിൽ യഥാർത്ഥത്തിൽ ഈ ചർച്ചകളെല്ലാം വഴിമുട്ടി നിൽക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു പ്രതിസന്ധിയിലേക്ക് എത്തിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ സമീപനമാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡിന് ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആരായിരിക്കും എന്നതിനെ സംബന്ധിച്ച് നേരത്തെ ഒരു കൃത്യമായൊരു ധാരണ ഉണ്ടായിരുന്നു. ആ ധാരണയ്ക്കൊപ്പം ലീഗ് എത്തുന്നില്ല എന്നതാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ വിഷമിപ്പിച്ച ഏറ്റവും വലിയ ഘടകം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെയും മാരത്തോൺ ചർച്ചകളൊക്കെ നടന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ലീഗിനെ എങ്ങനെ ഒപ്പം നിർത്തണം എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളൊക്കെ പല വഴികളിലും പല തലങ്ങളിലുമൊക്കെ ആയി നടക്കുകയുമൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോഴും ഈ പറയുന്ന ചില മുതിർന്ന നേതാക്കളൊക്കെ ലീഗിനെ പിണക്കുന്നത് ശരിയല്ല, അതുപോലെ തന്നെ ഈ ജനവികാരം കണക്കിലെടുക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഹൈക്കമാൻഡിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പ്രയോറിറ്റി അതോ ലീഗിന്റെ താല്പര്യത്തിനാണോ? ഇപ്പൊ നമുക്കറിയാം ലീഗ് ആർക്കാണ് പിന്തുണ വയ്ക്കുന്നത്. KCയുടെ അടക്കം ഫ്ലക്സുകൾ കീറുന്നതിലും കരിയോയിൽ ഒഴിക്കുന്നതിലും അല്ലെങ്കിൽ KCക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വമ്പൻ ക്യാമ്പയിൻ നടത്തുന്നതിലും ഒക്കെ ആരാണ് മുന്നിട്ട് നിൽക്കുന്നത്? ഇങ്ങനെ പല ചിത്രങ്ങൾ പൊതുമധ്യത്തിലുണ്ട്. ആളുകൾക്ക് കണ്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ലീഗിന്റെ താല്പര്യമാണോ അതോ
ജനവികാരം എന്നതാണോ യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേതാക്കളെ കുഴപ്പിക്കുന്ന കാര്യം? അത് ലീഗിൽ തന്നെയാണ്. ജനവികാരം എന്നത് പുറമേക്ക് പറയുന്ന ഒരു കാര്യമായി മാത്രം അവശേഷിക്കുന്നു. ഈ ജനവികാരം സംബന്ധിച്ചുള്ള കാര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ഇന്നലെ വന്ന നേതാക്കളോട് ഈ ജനവികാരം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കുകയും പലരും അത് ജനവികാരമല്ല യഥാർത്ഥത്തിൽ നടക്കുന്നത്, അതൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ആസൂത്രിതമായി നടക്കുന്ന കാര്യങ്ങളാണെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ അതവിടെ നിൽക്കട്ടെ. കാരണം അതിൽ കോൺഗ്രസ് നേതൃത്വത്തിന് പല തലങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകളും വിവരങ്ങളും ഒക്കെ ലഭിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വിവാദ വിഷയത്തിലേക്ക് നമ്മൾ കടക്കുന്നതിൽ അർത്ഥമില്ല. പക്ഷേ ലീഗ് എടുത്തിരിക്കുന്ന നിലപാട് അത് വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ്. ലീഗിനെ ഒപ്പം നിർത്തി കൊണ്ട് ഒരു തീരുമാനം പ്രഖ്യാപിക്കുക എന്നതാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ കൂടിയാലോചനകൾ ഇങ്ങനെ അനന്തമായി നീണ്ടുപോകുന്നതെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതായത് ഇന്ന് ഇങ്ങോട്ടേക്ക് എത്തിയ കേന്ദ്ര സംഘം, എത്താൻ പോകുന്ന കേന്ദ്ര സംഘം ഇപ്പോൾ സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു പ്രഖ്യാപനം വന്നാൽ തന്നെ രാത്രി ഒരുപക്ഷെ പ്രഖ്യാപനം ഉണ്ടായേക്കാം. അല്ലെങ്കിൽ ഇനി വീണ്ടും നമ്മൾ നാളെയിലേക്ക് കാത്തിരിക്കേണ്ടി വരും. ഈ ഡൽഹിയിൽ നിന്ന് ഇതിന്റെ ചുമതലപ്പെട്ട എല്ലാവരും തന്നെ കേരളത്തിലേക്ക് തിരിക്കുകയാണോ? ഇനി ആരൊക്കെയാണ് അവിടെ വിശേഷിക്കുന്നത്? നിലവിൽ കേരളത്തിന് ഈ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായ, കേരളത്തിന് ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറി വരുന്നുണ്ട്. ഡൽഹിയിലുള്ള 3 വർക്കിംഗ് പ്രസിഡന്റുമാർ വരുന്നുണ്ട്. KPCC പ്രസിഡന്റ്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അദ്ദേഹം കേരളത്തിലുണ്ട്. മറ്റു പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ കേരളത്തിലുണ്ട്. അതുകൊണ്ട് ഈ ദീപാദാസ് മുൻഷി അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ ആശയവിനിമയത്തിന് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നാണ് കരുതപ്പെടുന്നത്. ഏതായാലും ഒരു കൃത്യമായ പ്ലാനിങ്ങോട് കൂടി തന്നെയാകും ദീപാദാസ് മുൻഷി കേരളത്തിൽ എത്തുന്നത്. വളരെ ചടുലമായ രാഷ്ട്രീയ നീക്കങ്ങൾ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ദീപാദാസ് മുൻഷി എത്തിയാൽ ഉടൻ നടക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ശരി ബാലു, എന്തായാലും നമുക്ക് കാത്തിരിക്കാം. 3:15 അവിടെ നിന്ന് ഫ്ലൈറ്റ് കയറുന്നത്. 6:30 കൂടിയിട്ടാണ് കേരളത്തിലെത്താൻ സാധ്യത. അതുകൊണ്ട് തന്നെ ഇന്നിനി പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നും നമുക്ക് ഒരു ഉറപ്പില്ല. നിലവിൽ യാതൊരു സൂചനകളും ഇന്നയാളിലേക്ക് എന്ന നിലയിൽ വരുന്നുമില്ല. ഇപ്പോൾ ബാലുവിനെ സൂചിപ്പിച്ച പോലെ ഈ 3 നേതാക്കളുടെ പേരുകൾ വന്നെങ്കിലും അവരിലുടക്കിയല്ല ഈ ചർച്ച പ്രതിസന്ധിയിലായി പോയത്. ലീഗിന്റെ താല്പര്യം അതാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ കൂടുതൽ വിഷമിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഒരു തീരുമാനമെടുക്കുന്നതിൽ പ്രതിസന്ധിയിലാക്കുന്നത് എന്നതാണ് വ്യക്തമാകുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ജനവികാരത്തെക്കുറിച്ച് പറഞ്ഞത് ആർക്കൊക്കെ വേണ്ടിയാണ് നിൽക്കുന്നത്, സോഷ്യൽ മീഡിയയിൽ എങ്ങനെയാണ് ക്യാമ്പയിനുകൾ നടക്കുന്നതെന്നൊക്കെ കോൺഗ്രസ് ദേശീയ നേതൃത്വവും വിലയിരുത്തുന്നുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ആണ് തീരുമാനങ്ങളിലേക്ക് വരാനുള്ള സാധ്യത. മുസ്ലിം ലീഗും അവരുടെ അതിർത്തി, ഇപ്പോൾ മറ്റ് ഘടകകക്ഷികൾ, കേരള കോൺഗ്രസ് അടക്കമുള്ള ഘടകകക്ഷികൾ, RSP അടക്കമുള്ളവരൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെയും ഇന്നുമൊക്കെയായിട്ട് ഈ തീരുമാനം നീണ്ടുപോകുന്നതിലെ അതൃപ്തി അറിയിക്കുന്നുണ്ട്. ഒപ്പം കേരളത്തിൽ പൊതുസമൂഹം തീർച്ചയായും ഇപ്പോൾ ട്രോളുകൾ തന്നെ, ട്രോൾ വീഡിയോകൾ ഒരുപാട് വന്നു തുടങ്ങിയിരിക്കുന്നു. രസകരമായ 2 വീഡിയോസ് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടതൊക്കെ ആളുകൾ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് തൊട്ടടുത്തുള്ള അയൽക്കാരി മലയാളികളെ പരിഹസിക്കുന്നു, നിങ്ങൾക്ക് മുഖ്യമന്ത്രി അല്ലാത്ത ആളല്ലേ എന്ന് പരിഹസിക്കുന്നു. അങ്ങനെ പല വിധത്തിലാണ് ഇത് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നത്. അതിൽ ഹാസ്യത്തിൻ്റെ രസമുണ്ട്, വിമർശനത്തിൻ്റെ രൂപമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ കോൺഗ്രസ് ഇത് എവിടെയൊക്കെ തട്ടി നിൽക്കുന്നു എന്നതാണ്. അത് ഇന്നെങ്കിലും, ഇത്രയും ദിവസമായി, ഇന്ന് ബുധനാഴ്ചയാണ്, 10 ദിവസം ആയിരിക്കുന്നു. നമ്മൾ ആഘോഷപൂർവ്വം കോൺഗ്രസിനെ വല്ലാതെ ആവേശത്തിലാക്കിയ ഒരു ഇലക്ഷൻ റിസൾട്ട് ഉണ്ടായിട്ട്, പക്ഷേ അതിൻ്റെ ഒരു സന്തോഷം പോലും അവർക്ക് നീട്ടിക്കൊണ്ടു പോകാൻ കഴിഞ്ഞു. ഇന്ന് എൻ്റെ വീടിൻ്റെ അടുത്തൂടെ ഇവിടുത്തെ തിരുവനന്തപുരത്തെ ജയിച്ച സ്ഥാനാർത്ഥി ശ്രീ CP ജോൺ കടന്നു പോവുകയും ചെയ്തിരുന്നു. അതിൽ ആ കൂട്ടത്തിൽ പോയ ചിലർ നമ്മളോട് ചോദിക്കുന്നത് തീരുമാനമായോ എന്നാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളല്ലേ തീരുമാനിക്കേണ്ടത് എന്നാണ്. അപ്പോൾ ഒരു മനസ്സറിഞ്ഞവർക്ക് ആഘോഷിക്കാനോ സന്തോഷിക്കാനോ പറ്റാത്ത അവസ്ഥയിലാണ് MLA മാരുന്നത്. ഏറ്റവും സങ്കടകരമായ കാര്യമാണ്. എത്രയും വേഗം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രവർത്തനങ്ങളിലേക്കൊക്കെ കടക്കേണ്ട ജനപ്രതിനിധികൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ പറ്റാതെ ഇങ്ങനെ നീണ്ടു പോവുകയാണ്. കേരളം ഇത്രയും നല്ലൊരു മാൻഡേറ്റ് നൽകിയിട്ട് അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നില്ല എന്ന വിമർശനം